പോണ്ടിച്ചേരി സംസ്ഥാനത്തിലെ കാരക്കൽ ജില്ലയിൽപ്പെടുന്ന തിരുനല്ലാർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന മഹാക്ഷേത്രമാണ് ദർബാരണ്യേശ്വര ക്ഷേത്രം. തിരുനല്ലാർ ശനീശ്വര ക്ഷേത്രമെന്നും ഈ ക്ഷേത്രസങ്കേതം അറിയപ്പെടുന്നു. പോണ്ടിച്ചേരി സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമാണെങ്കിലും തമിഴ്നാട്ടിലെ നാഗപട്ടണം നഗരത്തിൽ നിന്നും ഏതാണ്ട് 24 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. ദർബാരണ്യേശ്വരൻ എന്ന് വിശേഷിപ്പിക്കുന്ന ശിവൻ, ശനീശ്വരൻ, പ്രാണേശ്വരി അമ്മൻ എന്ന വിശേഷണമുള്ള പാർവതി, സോമസ്കന്ദർ എന്നിവരാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഏതാണ്ട് 2 ഏക്കർ വിസ്തൃതിയുള്ള വലിയ ക്ഷേത്ര സങ്കേതമാണിത്. 5 നിലകളുള്ള കമനീയ ഗോപുരം പ്രവേശന കവാടത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഒരു കാലത്ത് ദർഭപ്പുല്ലുകൾ നിറഞ്ഞ പ്രദേശമായിരുന്നതിനാലാണ് ദർബാരണ്യം എന്ന സ്ഥലനാമം കൈവന്നതെന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠയായ ദർബാരണ്യേശ്വരനെ ദർഭപ്പുല്ലുകൾ കൊണ്ട് രൂപപ്പെടുത്തിയതാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ പ്രദേശം ഭരിച്ചിരുന്നത് നള എന്ന രാജാവായിരുന്നുവെന്നും ശനിദോഷ പരിഹാരത്തിനായി അദ്ദേഹം ഇവിടത്തെ ശിവനിങ്കൽ അഭയം പ്രാപിച്ചുവെന്നും പറയപ്പെടുന്നു. ഇവിടെയെത്തുന്ന ശനിദോഷബാധിതരായ ഭക്തരെ രക്ഷിക്കണമെന്ന് നളരാജാവ് അപേക്ഷിക്കുകയും ചെയ്തുവത്രേ. ഈ ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കി ഇവിടത്തെ ക്ഷേത്രകുളമായ നളതീർത്ഥത്തിൽ ഭക്തർ എണ്ണ തേച്ച് പുണ്യസ്നാനം ചെയ്ത് ക്ഷേത്രദർശനം നടത്തുന്ന പതിവുണ്ട്. ഈ ക്ഷേത്രസങ്കേതം കരിങ്കൽ ഭിത്തികളാൽ കവചം ചെയ്തിരിക്കുന്നു. പ്രവേശന കവാടത്തിൽ നിന്നും അല്പം ഉയരത്തിലാണ് പ്രധാന ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ലിംഗരൂപത്തിലുള്ള ദർബാരണ്യേശ്വരൻ ഇവിടെ കുടികൊള്ളുന്നു. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടത്തെ ബലിപീഠം ശ്രീകോവിലിൽ നിന്നും കൊടിമരത്തിൽ നിന്നും കുറച്ചകലത്തിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന ശ്രീകോവിലിന് സമാന്തരമായ ശ്രീകോവിലിൽ സോമസ്കന്ദൻ സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിന് ചുറ്റുമായി ദക്ഷിണാമൂർത്തി, ദുർഗ, ലിംഗോദ്ഭവ എന്നിവരെ ദർശിക്കാൻ കഴിയും. പ്രവേശന കവാടത്തിന്റെ വടക്ക് ഭാഗത്തായാണ് ശനി ഭഗവാൻ കുടികൊള്ളുന്നത്. പുരാണ തമിഴ് ഗ്രന്ഥങ്ങളിലും സ്തോത്രങ്ങളിലും ഈ ക്ഷേത്രത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രസിദ്ധങ്ങളായ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെടുന്ന മഹാക്ഷേത്രം കൂടിയാണിത്. ശിവരാത്രി മഹോത്സവം ഇവിടെ അതിഗംഭീരമായി ആഘോഷിക്കപ്പെടുന്നു. 2.5 വർഷത്തിലൊരിക്കൽ ആചരിക്കുന്ന ശനി പേയർച്ചി ഉത്സവം ശനി ഭഗവാന് പ്രാധാന്യമുള്ള ഉത്സവമാണ്. ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിന്റെ കാലത്താണ് ഇവിടത്തെ കൊത്തുപണികൾ നിർമ്മിച്ചിരിക്കുന്നത്. ചോള വാസ്തുവിദ്യയുടെ വൈഭവം ക്ഷേത്രത്തിലുടനീളം ദർശിക്കാൻ കഴിയും. വിജയനഗര സാമ്രാജ്യത്തിന്റെ ഭരണകാലത്തും നവീകരണ പ്രവർത്തനങ്ങളും ക്ഷേത്ര വിപുലീകരണവും നടന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രസങ്കേതത്തിന്റെ നടത്തിപ്പും പരിപാലനവും പോണ്ടിച്ചേരി സർക്കാരിന്റെ കീഴിലുള്ള ഹിന്ദുമത സ്ഥാപന വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. അതിപുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ള ഈ മഹാക്ഷേത്രം നമ്മുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ മകുടോദാഹരണമാണ്.